നീറ്റ് പുനഃപരീക്ഷ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വിനിത വിജി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിൽ ഒരു വിദ്യാർത്ഥി വൈകി എത്തിയിട്ടുണ്ട്. ആ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡൽഹി കന്റോൺമെന്റ് കേന്ദ്രീയ വിദ്യാലയ പരീക്ഷാ കേന്ദ്രത്തിലാണ് ഒരു വിദ്യാർത്ഥി വൈകി എത്തിയത്. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതുകൊണ്ടാണ് എത്താൻ വൈകിയതെന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. ആ വിദ്യാർത്ഥി ഇനി പരീക്ഷ എഴുതാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. 2 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷ എഴുതാൻ ആ വിദ്യാർത്ഥിയെ അനുവദിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. വിനീത വിജി തന്നെ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, എന്താണ് നിലവിലെ അവസ്ഥ? വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതിക്കുമോ? പ്രവിത, തീർച്ചയായും നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് ഈ കന്റോൺമെന്റ് കേന്ദ്രീയ വിദ്യാലയയിലാണ്. ഏറ്റവും ഒടുവിലായി എത്തിയ വിദ്യാർത്ഥിയെയും പരീക്ഷ എഴുതാനായിട്ട് അകത്ത് പ്രവേശനം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്പസമയം മുൻപാണ് മറ്റൊരു വിദ്യാർത്ഥി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതുകൊണ്ടാണ് വൈകി എത്തിയതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ വിദ്യാർത്ഥിയും പിതാവും ഇപ്പോഴും പരീക്ഷാ കേന്ദ്രത്തിന് പുറത്തു തന്നെയാണ് ഉള്ളത്. അതേസമയം അവർ വൈകി എത്തിയത് കൊണ്ടാണ് ലേറ്റായതെന്നും അവർ ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര വൈകിയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ ചില നിർദ്ദേശമാണ് അകത്തുനിന്ന് അവരുടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. കാരണം ഇന്ത്യ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കൃത്യം 1:30 തന്നെ ഈ ഗേറ്റ് അടയ്ക്കണമെന്നാണ് ആ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം കൃത്യം 1:30 ഗേറ്റ് അടയ്ക്കുമ്പോഴും പുറത്തെത്തിയ വിദ്യാർത്ഥികളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ അവസാന നിമിഷം ഓടിയെത്തിയ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ തന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അല്പസമയം മുൻപാണ് മറ്റൊരു വിദ്യാർത്ഥി പരീക്ഷ എഴുതാനായി എത്തിയത്. ഇപ്പോഴും ആ വിദ്യാർത്ഥിയും അവരുടെ പിതാവും അവരുടെ പാരന്റ്സും ഒക്കെ പുറത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗേറ്റിന് പുറത്തവർ കാത്തു നിൽക്കുകയാണ്. അകത്തുള്ള ഉദ്യോഗസ്ഥരുമായി അവർ ആശയവിനിമയം നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് ഈ ബയോമെട്രിക് പരിശോധനകളടക്കം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി 2 മണിക്ക് പരീക്ഷ തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കി അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആ വിദ്യാർത്ഥി വൈകിയെത്തിയതാണ്, ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടതാണ്, എന്തെങ്കിലും ഒരു ഇളവ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അകത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് 2 മണിയോടുകൂടി പരീക്ഷ ആരംഭിക്കും. അപ്പോൾ ബയോമെട്രിക് പരിശോധനകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന് ഒരല്പസമയം എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആ പരിശോധന പൂർത്തിയാക്കി അകത്തേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഗേറ്റ് തുറന്ന് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ അവർ ആശയവിനിമയം നടത്തുകയാണ്. ആ വിദ്യാർത്ഥി ഇപ്പോഴും പുറത്തു തന്നെയാണ് ഉള്ളത്. ഡൽഹിയിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് മറ്റും ഉണ്ടായിരുന്നതിനാലാണ് വൈകി എത്തിയതെന്നാണ് അവരുടെ പിതാവ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ മാതാപിതാക്കൾ അകത്തുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ ഇളവ് നൽകി വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. പക്ഷേ തുടക്കം മുതൽ തന്നെ NTA ഇക്കാര്യത്തിൽ ഒരു കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൃത്യം 1:30 വിദ്യാർത്ഥികൾ എത്തണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. 11 മണി മുതൽ വലിയ സുരക്ഷയിൽ നടക്കുന്ന ഒരു പുനഃപരീക്ഷ കൂടിയാണ് ഇപ്പോൾ നീറ്റ് പരീക്ഷ. അതിൽ ഒരു വിദ്യാർത്ഥി കൂടി താമസിച്ചെത്തിയിരിക്കുകയാണ്. എന്നാൽ ആ വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാൻ ആകില്ല എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ബയോമെട്രിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. പരിശോധനയ്ക്കൊക്കെ ശേഷം 2 മണിക്ക് മുൻപായി ആ വിദ്യാർത്ഥിയെ എന്തായാലും പരീക്ഷ എഴുതാൻ അനുവദിക്കാനാകില്ല എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിനീത വിജി നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.